ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ നനച്ചുള്ള വീഡിയോ തന്നെയാണ് കേട്ടോ. ഓൾറെഡി 2 ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ചാനലിൽ. കാണാത്തവരുണ്ട്, കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഇന്ന് തീർക്കണം എന്നാണ് വിചാരിക്കുന്നത്. നോക്കട്ടെ, നമുക്ക് റമദാനാകുമ്പോഴേക്ക് തീർക്കണമെന്നാണ് വിചാരിച്ചപ്പം ഞാൻ ചിലപ്പോൾ നാളെ മറ്റന്നാളെ പോകും. അപ്പം നമുക്ക് ഹെൽപ്പ് ചെയ്യാനൊന്നും ആരുമില്ല കേട്ടോ. ഞാനുള്ളതുകൊണ്ട് ഞങ്ങൾ രണ്ടാം കൂടി ഒന്നിച്ചെടുക്കാമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ വേഗം തീർക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഞാൻ ഓൾറെഡി മുകളിൽ നന്നാക്കി, പിന്നെ അതേപോലെ താഴത്ത് 2 ബെഡ്റൂമും കേട്ടോ നന്നാക്കിയിട്ടുള്ള. ഇനി ഒരു ബെഡ്റൂം ഉണ്ട്, ഡൈനിങ് ഹാളുണ്ട്, പിന്നെ സിറ്റ് ഔട്ട് ഉണ്ട്, കിച്ചൺ ഉണ്ട്, അങ്ങനെ ആട്ടോ ഉള്ളത്. അപ്പോൾ ആകുന്ന രീതിയിൽ അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പം നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ നമ്മളെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ വീഡിയോക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. അപ്പം ഇന്നത്തോടുകൂടി നമ്മൾ നനച്ചുള്ള വീഡിയോ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് കിച്ചണും കൂടി ഉണ്ട്, അത് ഞാൻ ഇനി വെറുപ്പിക്കുന്നില്ല. അപ്പം ഓൾറെഡി മൂന്നാമത്തതാണല്ലോ നനച്ചുള്ള വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോസ്റ്റ് ആക്കുന്നത്. അപ്പോൾ രാവിലത്തെ ചായ കൂടി കുടിച്ചിട്ടായിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ചായക്ക് കടി നമുക്കിന്ന് ഓട്ടറാണ് കേട്ടോ. ഇന്ന് ഞായറാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിലുള്ള ദിവസം കൂടിയാണ്, പ്രത്യേകിച്ച് മക്കൾ. അപ്പോൾ അവരും കൂടി കാര്യങ്ങൾ നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ ഇന്ന് പിന്നെ വാപ്പ ഞായറാഴ്ച ഉള്ളത് കൊണ്ട് ഇന്ന് ചേമ്പാണ് കേട്ടോ ഓൽക്ക്. വാപ്പക്കും ഉമ്മക്കും ഒട്ടട വേണ്ട പറഞ്ഞപ്പോൾ നമുക്ക് അത്ര ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഉമ്മ പുറത്ത് ചേമ്പൊക്കെ റെഡിയാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വേഗം ചായയൊക്കെ കുടിച്ചു. അപ്പോഴേക്കും മക്കൾ മദ്രസൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. ഓൽക്കൊക്കെ ചായയൊക്കെ കൊടുത്തതിന് ശേഷം നേരെ റൂമിലോട്ട് കയറി. അപ്പോൾ ഈ റൂമും കൂടി അതിന് ബാക്കിയുള്ളൂ കേട്ടോ. പിന്നെ ഡൈനിങ് ഹാളും പിന്നെ സിറ്റ് ഔട്ടും കൂടിയേ ബാക്കിയുള്ളൂ. ബാക്കിയെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോ ദിവസം ഓരോന്നാണ് ചെയ്യൽ. എല്ലാം കൂടെ ആവുമ്പോൾ, കാരണം ഒറ്റയ്ക്ക് ആവുന്നതുകൊണ്ട് തന്നെ ഹെൽപ്പിന് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണമല്ലോ. ഉമ്മക്ക് പിന്നെ കിച്ചണിൽ കുറേ പണികളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് പിന്നെ ഉമ്മനെ ഞാൻ ഇതിലേക്ക് വലിച്ചേക്കല്ല, ഇടയ്ക്ക് വന്ന് നോക്കൂട്ടോ. അപ്പോൾ ഒറ്റയ്ക്കാണെങ്കിലും എനിക്ക് ആക്കം പോലെ എടുത്താൽ മതിയാവും. പെട്ടെന്ന് എടുക്കുമ്പോഴാണ് ക്ഷീണം കൂടുക. അതുകൊണ്ട് ഞാൻ പതിയെ ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ 3 വീഡിയോസൊക്കെ ആയി പോയിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ് കേട്ടോ. ബറാത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനേക്കൊക്കെ നമ്മൾ റെഡിയാക്കിയതാണ് കേട്ടോ. ഇനിയിപ്പം നോമ്പ് വരുമ്പോഴേക്ക് നമ്മൾ കിച്ചണും കൂടെ റെഡിയാക്കണം. കിച്ചൺ കുറച്ചൊക്കെ ഉമ്മ അവിടെ നിന്ന് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ വലിയ പണിയൊന്നും ഉണ്ടാവില്ല, എന്നാലും തേച്ച് കഴുകാൻ, നിലമൊക്കെ തേച്ച് കഴുകാൻ അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ വോളൊക്കെ നല്ലോണം സോപ്പിട്ട് കഴുകൊക്കെ വേണ്ടി വരും. അങ്ങനെയൊക്കെ കുറച്ച് പണിയുണ്ട് കേട്ടോ. ബോട്ടിൽസും കാര്യവും കുറച്ചൊക്കെ ഉമ്മ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം എല്ലാം ഒന്ന് പിന്നെ റെഡിയാക്കണം. പിന്നെ ഞാൻ ഒരുപാടൊന്നും അങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല, കിട്ടുന്ന ഓരോ ക്ലിപ്സും കാര്യമൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മാറാലൊക്കെ തട്ടിയെടുക്കുകയാണ്. ജനൽമേൽ ഒരുപാടുണ്ടായി പൊടി പിടിച്ച് അങ്ങനെയൊക്കെ. പിന്നെ ഡെയിലി നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും അടിച്ചു വരുമ്പോൾ ഇങ്ങനെ തട്ടുന്നുണ്ടെങ്കിലും ഒരു ഡീപ്പ് ക്ലീനിങ് എന്ന് പറയുന്നത് അങ്ങനെ റമദാനൊക്കെ ആവണം കേട്ടോ. അല്ലാതെ ഡീപ്പായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യൂല. ജസ്റ്റ് 15 ദിവസമൊക്കെ കൂടുമ്പോൾ അങ്ങനെ മാറാലൊക്കെ തട്ടി അങ്ങനെ പോകാമെന്നല്ലാതെ ഡീപ്പ് ക്ലീനിങ് ആണെങ്കിൽ എന്തായാലും നോമ്പ് കാര്യമൊക്കെ എത്തുമ്പോഴാണ്. എല്ലാവരും വീട്ടിലും അങ്ങനെയാണെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ പണിയെടുത്തോണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മുകളിൽ നമ്മളെ വാൾഡ്രോബൊക്കെ പുറത്തായിരുന്നു, 2 റൂമത്തെ അലമാരി പുറത്ത് എടുത്തിട്ടതായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഉള്ളിലേക്ക് കയറ്റാണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ഉമ്മയും ഞാനും വാപ്പയും കൂടി ഇങ്ങോട്ട് എടുത്ത് ഉള്ളിൽ കിട്ടുന്നത്. പിന്നെ അത്ര വെയിറ്റ് ഇല്ല, മറ്റ് 3 ഡോറുള്ള അലമാരാണ് കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ അത് ആരെയും കൊണ്ടുവന്ന് വിളിച്ചിട്ട് വേണം ഉള്ളിൽ കയറ്റിടാനകത്ത്. ടെറസിൻ്റെ മുകളിൽ അങ്ങനെ ഇട്ടതാണ് കേട്ടോ. അതായത് ഇതിൻ്റെ ബേക്ക് ഭാഗമാണ്. ടെറസിൻ്റെ മുകളിൽ ഒരുപാട് പണികളുണ്ട് കേട്ടോ. വേണ്ടാത്ത ഒരുപാട് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ അവിടെ കൂട്ടിയിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഇനി റെഡിയാക്കാനുണ്ട്. ഇനി ഒരു ദിവസം അതിനായിട്ട് അങ്ങോട്ട് കയറണം. അങ്ങനെ അൽമാരൊക്കെ അവിടെ പിടിച്ച് സെറ്റാക്കിയിട്ട് ഇനിയിപ്പോൾ താഴേക്ക് ഇറങ്ങിയപ്പോൾ ബെഡ് ഇടുക കേട്ടോ ഉമ്മ. ബെഡ് 2 ആയിട്ടുള്ളതാണ്. ഇത് സിംഗിൾ ബെഡ് ആകുമ്പോഴാണ് സുഖം ഉറങ്ങാൻ. ഇത് ഇങ്ങനെ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, നടുവേദനയൊക്കെ വരും ഇങ്ങനെ ഇമിതമൊക്കെ എടുക്കും. പക്ഷേ നല്ല ഉന്നത്തിൻ്റെ ബെഡാണ്, നമുക്ക് കിടക്കാൻ നല്ല സുഖം ഉണ്ടാവും. പക്ഷേ ഇങ്ങനെ സെൻറ്ററിൽ ഇങ്ങനെ ഒരു ഗ്യാപ്പ് വരുന്നതുകൊണ്ട് തന്നെ അതുകൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ വാപ്പ അതിനകത്ത് എടുക്കല ഇങ്ങോട്ട്. വാപ്പയ്ക്ക് ഇതുവരെ അങ്ങനെ പ്രശ്നമൊന്നും പറഞ്ഞില്ല കേട്ടോ. പിന്നെന്താ, അവർക്ക് ഞാൻ ഫുഡൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ അടുക്ക് പഴം പൊയിങ്ങിയിട്ടുണ്ട്. അതിന് ചുട്ടിക്കാണ് കേട്ടോ, തീ കണലിലിട്ടിട്ട്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, മക്കൾക്കും ഇഷ്ടമാണ്. പൊയിങ്ങിയത് അങ്ങനെ കഴിക്കൂല. അതിൻ്റെ അടുക്ക് മുത്തും വന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഓന് വീഡിയോ എടുക്കാൻ വലിയ താല്പര്യമില്ല, അതുകൊണ്ട് പിന്നെ ഓനിൽ കൂട്ടല്ല കേട്ടോ. വീഡിയോ എടുക്കുമ്പോൾ ഓടിക്കാനുള്ള ആൾ, അതുകൊണ്ട് ഇന്നെ എടുക്കണ്ടായിരുന്നു, ഓടിക്കാളലാണ്. കുറേ ആൾക്കാർ ചോദിച്ചിട്ട് അതിന് മുത്ത എവിടെയെന്ന്. അപ്പോൾ അങ്ങനെയാണ് ഓൻ്റെ സ്ഥിതികൾ. മറ്റോ 2 ആൾ പിന്നെ ഓർമ്മയില്ലല്ലോ, അങ്ങനെ എടുത്ത് പോകലാണ്. അപ്പോൾ ഞാൻ പഴം ഉമ്മ അടുപ്പത്തിട്ടതായിരുന്നു കേട്ടോ. ചുട്ടെടുക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. പൊയിങ്ങിയാൽ അതിൻ്റെ സത്തും കാര്യമൊക്കെ പോയല്ലോ.
അങ്ങനെ റൂം ഏതായാലും അവിടെ റെഡിയാക്കിന് ഡൈനിങ് ഹാളാണ് റെഡിയാക്കാനുള്ളത്. അപ്പോഴേക്ക് മീന വന്നിട്ടുണ്ടായിരുന്നു ടോക്കും തട്ടണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ ഓളെ പൂതിയല്ലേ വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ഓളെ സാധനമൊക്കെ ഓളെ കൈ കൊടുത്തോളൂ കുറേയൊക്കെ തട്ടിട്ടോ. പക്ഷെ ഓൾ തട്ടണമൊന്നും ഇവിടെ എത്തില്ലല്ലോ. അങ്ങനെ വീണ്ടും ഞാൻ തന്നെ ഇറങ്ങി കളത്തിൽ. അപ്പോൾ ഇതിൻ്റെ ഈ ഉക്കും കാര്യമൊക്കെ ഭയങ്കര ടൈറ്റ് ഉണ്ട് കേട്ടോ. അന്ന് പെയിൻറ്റ് അടിച്ചപ്പോൾ അപ്പം അങ്ങിട്ടാണല്ലോ. എന്നിട്ട് ആ പെയിൻറ്റിങ്ങിൻ്റെ അതും കൂടി ആയിട്ട് ഒട്ടി പിടിച്ചെടുക്കുന്നുണ്ട് അതിനിടയ്ക്ക് മിനൻ്റെ പരിപാടി കണ്ടില്ലേ. സ്കേറ്റിംഗ് ഷൂ എടുത്തിട്ട് അവൾ ഇട്ട് നോക്കിയതാണ് കേട്ടോ. മുത്തിൻ്റെതാണ്, മുത്ത് സ്കൂളിലേക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചു. ഓന് നന്നായിട്ട് ഓട്ടും കേട്ടോ. പക്ഷേ അത് കണ്ട് മിന നോക്കാൻ നോക്കി 2 വട്ടം വീണതാണ്. അതുകൊണ്ട് ഞാൻ ഊരി ഒഴിവാക്കുന്നത്. എനിക്ക് അതും കൂടി ശ്രദ്ധിക്കാനുള്ള സമയമല്ല. അതുകൊണ്ട് പിന്നെ ഓൾക്ക് പിന്നെ അങ്ങ് ഊരിട്ടിട്ടോ. പിന്നെന്താ ഈ ഞാൻ പറഞ്ഞില്ല അവിടെ പെയിൻ്റ് അടിച്ചതുകൊണ്ട് തന്നെ ഈ വിൻഡോൻ്റെ ഡോറൊക്കെ ഭയങ്കര ടൈറ്റാണ് കേട്ടോ. അങ്ങനെ ഒട്ടി പിടിച്ചെടുക്കുന്നുണ്ട്. അതിന് പെയിൻ്റ് അടിച്ച് അപ്പാടെ തന്നെ അതിൽ അടിച്ചിട്ടിട്ട് പിന്നെ അങ്ങനെ തുറക്കുമ്പോൾ ഭയങ്കര ടൈറ്റ് ആയാലുണ്ട്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് അതിനും മറ്റേ എണ്ണ ഇട്ട് നോക്കുക, എണ്ണ ഇട്ടാൽ ചിലപ്പോൾ ലൂസാകാൻ മതി എന്നൊക്കെ. എന്നിട്ട് അപ്പോൾ വന്ന് കണ്ട് എണ്ണ ഇട്ട് നോക്കുകയാണ് കേട്ടോ. പക്ഷേ എണ്ണ ഇട്ടിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. എന്നിട്ട് ടൈറ്റ് തന്നെ അതിനും. ഇനി ഇങ്ങനെ അടിക്കുകയും തുറക്കുകയൊക്കെ അടുക്കുകയും തുറക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ലൂസായി കിട്ടുമായിരിക്കും. പിന്നെന്താ ഡൈനിങ് ഹാളിലതാ ഈ ഷെൽഫ് എടുത്ത് ഒഴിവാക്കുക, തട്ടിയടിക്കുക, ഇതൊക്കെയാണ് ഇനി മെയിൻ പരിപാടി. ഈ ഷെൽഫും കാര്യമൊക്കെ വേണ്ടാന്ന് ഞാൻ ഉമ്മനോട് ഇങ്ങനെ പറഞ്ഞിട്ട് കഴിഞ്ഞു കേട്ടോ. ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. നമ്മൾ വീടുണ്ടാക്കിയിട്ട് ഒരു 20 വർഷത്തോളമായിട്ടോ. ആ പഴക്കമുള്ള വീടാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഓരോ ഫർണിച്ചറായാലും എല്ലാം റൂമും കാര്യമൊക്കെ തന്നെ ആ ഒരു പഴമ ഉള്ളത് തന്നെയാണ് കേട്ടോ. കേർട്ടൻസ് ഒക്കെ പണ്ടേ നമ്മളെ ഉള്ള കേർട്ടൻസാണ്. പിന്നെ അത് മാറ്റിയിട്ടൊന്നുമില്ല. ഇനി ഇൻഷാ അല്ലാഹ് അതിൻ്റെ കല്യാണം കാര്യമൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോഴേക്കൊക്കെ നമുക്ക് ഉഷാറാക്കാം. അപ്പോൾ ഈ കേർട്ടൻസൊക്കെ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ നമുക്ക് വാഷ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. എപ്പോഴും എന്ത് വരുന്നെങ്കിലും ചളി വേഗം അറിയും, വേഗം തന്നെ വാഷ് ചെയ്യണം. അങ്ങനെയാണ് ഈ ഷെൽഫും കാര്യമൊക്കെ ഞാൻ ഉമ്മനൊക്കെ പറഞ്ഞു. നമ്മൾ ഈ വീട്ടിൽ ഇങ്ങനെ ഷെൽഫ് കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടാകുമ്പോൾ നമ്മൾ എന്ത് വലിച്ച് വാരിയിടില്ലേ. ഞാനൊക്കെ അങ്ങനെയാണ് കേട്ടോ. ഈ സ്ഥലം കാണുമ്പോൾ അമ്മ എന്തെങ്കിലുമൊക്കെ കുത്തിക്കയറ്റാണ്ടാവും. ഞാൻ ഉമ്മനോട് പറഞ്ഞിരിക്കുന്നുണ്ട് എല്ലാം അടിച്ചാളാണ്, ഇനി വേണ്ട ഡൈനിങ് ഹാൾ മാത്രം മതി. ഇതെല്ലാത്തും ആകാൻ ബുദ്ധിമുട്ടാണ്. അതേപോലെ ഇതാകണ്ടില്ലേ ഷെൽഫിലുള്ള ഓരോ സംഭവങ്ങളാണ്. ആദ്യമൊക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. ഒപ്പം ഒന്നുമില്ല, കുറച്ച്. പിന്നെ എൻ്റെ മുത്തിൻ്റെ ഒക്കെ ഓരോ കാര്യങ്ങൾ സർട്ടിഫിക്കറ്റും ട്രോഫിയും കാര്യമൊക്കെ ഉണ്ടാവും. പിന്നെ മിനൻ്റെതാണ് കൂടുതലുള്ളത്. അപ്പോൾ ഏതായാലും ഒക്കെ പിച്ചറൊക്കെ നിറച്ചിട്ടിക്കണേനൊക്കെ അടിച്ച് വൃത്തിയാക്കി തുടയ്ക്കണം. അപ്പം ഞാൻ ഏതായാലും അത് വേഗം ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ അവസ്ഥകൾ. ഇനി ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്യട്ടോ കേട്ടോ. അതൊന്നും പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നില്ല. നല്ല ടയർഡായിരിക്കുന്നത്, നല്ലോണം വിശപ്പും ഉണ്ട്. ഞാൻ ഒറ്റക്കല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് കേട്ടോ ഇത്ര ക്ഷീണം കുഴക്കൊക്കെ വരുന്നത്. അപ്പം ഞാൻ ചടപടാ വേഗം എടുത്തിട്ട് പെട്ടെന്ന് അങ്ങനെ പെട്ടെന്ന് തന്നെ അടിച്ചുവാരൽ കഴിഞ്ഞ് ഇനി തൊടിച്ചിട്ട് വേണം എനിക്കൊന്ന് കുളിക്കാൻ വേണ്ടിയിട്ട്. അതിനിടയ്ക്ക് പിന്നെ മിനനെ കുളിപ്പിക്കാനുണ്ട് കേട്ടോ. ഓളൊന്നും കുളിപ്പിച്ചിട്ടില്ല. അതിന് ഉച്ച ആവുന്നതിന് മുമ്പ് ഞാൻ ഓളൊക്കെ കുളിപ്പിക്കലുണ്ട് കേട്ടോ. കാരണം അവൾക്ക് അങ്ങനെ പൊടിയും അതൊന്നും പറ്റൂല. അപ്പോഴേക്ക് ജലദോഷവും ചുമയൊക്കെ വരും. ഇപ്പോൾ ഞാനിങ്ങനെ ശ്രദ്ധിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു അസുഖത്തിൽ നോക്ക് നല്ല മാറ്റമുണ്ട് കേട്ടോ. പൊടിയും കാര്യമൊക്കെ ആകുമ്പോഴേക്ക് പിന്നെ അധികമാണ്. ഞാൻ മാറി നിൽക്കാൻ പറഞ്ഞാലിട്ട് മാറി നിൽക്കുകയില്ല. എൻ്റെ കൂടെ തന്നെ ഇങ്ങനെ വരും കേട്ടോ. ഓക്ക് ഹെൽപ്പാക്കണം എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യുന്നത്, ഞാൻ കൂടി തരാൻ അറിയും. പക്ഷേ കൂടി തന്നാൽ എനിക്ക് ബുദ്ധിമുട്ടാണെന്നുള്ളത് ഒക്കെ അറിയില്ല. അങ്ങനെ ഏതായാലും പെട്ടെന്ന് കുളി നിസ്കാരം കഴിഞ്ഞ് വേഗം ഫുഡ് കഴിക്കാൻ പോയിട്ടോ. സമയം 2 മണിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് ബീട്രൂട്ടല്ല, ക്യാരറ്റ് ഉപ്പേരും മത്തി മുളകിട്ടതും പിന്നെ മത്തി പൊരിച്ചതുമാണ് കേട്ടോ. അങ്ങനെ ഏതായാലും നമ്മൾ ക്ലീനിങ് പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗെയ്സ്. പിന്നെ ഉച്ച കഴിഞ്ഞാൽ ഞാൻ നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനും മക്കളൊക്കെ നന്നായിട്ട് തന്നെ ഉറങ്ങി എണീച്ച് ചായ ഒക്കെ കുടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.